നമ്മള് പ്രണവ് മോഹൻലാലിന്റെ DSR കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഫുള്ള് പോസിറ്റീവ് റിവ്യൂവും ഒരു പേടിക്കും എന്നുള്ള ഒരു ഫീലിലാണ് വന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഇന്ന് ഞാനും അജയും കൂടെയാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും കണ്ടു കഴിഞ്ഞ ശേഷം എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാരും പേടിക്കും പേടിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കില്ല എന്ന് കണ്ട ശേഷം പറയും. അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ടൈറ്റിലൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ വീഡിയോസും അപ്ഡേറ്റും ഒക്കെ വരുന്നതാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ്. പേടിക്കുന്ന കാര്യത്തില് സംശയമൊന്നും വേണ്ട. അത് ഇവന്റെ ഫേസ് കണ്ടാ അറിയാം. സെക്കൻഡ് ഹാഫിന് കയറാൻ വേണ്ടിട്ട് നമ്മൾ പ്രിപ്പയർ ആവുകയാണ് ഗൈസ്. ഒരു കുഴപ്പമില്ല, പേടിക്കൂല. സെക്കൻഡ് ഹാഫ് നമ്മൾ പേടിക്കാതെ തിരിച്ചു വരും. ഒരിക്കലുമില്ല, പേടിക്കില്ല, പേടിക്കില്ല, തൂക്കും. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പടം ഹൊറർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ പടം തന്നെയാണ്. പിന്നീട് അതിന്റെ നമ്മുടെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നാൽ ആ ഒരു സൗണ്ട് ക്വാളിറ്റി, മേക്കിംഗ് ക്വാളിറ്റി എല്ലാം തന്നെ സൂപ്പറാണ്. തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഹൊറർ പടം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നീട് നമുക്ക് അതിലൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രൗഡിന്റെ ആ ഒരു ഇതും കൂടെ ഇരിക്കും. നമ്മളെ ഈ ഓഡിയൻസ് ഈ ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇരുന്ന് നമ്മൾ കറക്റ്റായിട്ട് കാണുകയാണെങ്കിൽ ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും. പക്ഷെ അല്ലാത്ത രീതിയിൽ ഇവരുടെ ഒരു ഈ ഒരു ബഹളം, ഒരു ചിരി, ആ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ഇത് നല്ല ഹൊററായിട്ടുള്ള ഒരു ആ ഒരു ചിരി, അതൊക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് കളയണ ഒരു കാര്യം. അങ്ങനെയൊന്നും ഞാൻ കണ്ടെടുത്ത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചിലയിടത്തൊക്കെ റിവ്യൂ കേട്ടത് വെച്ചിട്ട് നല്ല ബഹളം അങ്ങനെ കാര്യങ്ങൾ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടൂല. പക്ഷെ നല്ല രീതിയിൽ സൈലൻസ് ആ ഒരു രീതിയിലിരുന്ന് കാണുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടും. അല്ലാതെ ഫിലിം ബേസ് സൂപ്പർ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഒരു തിയേറ്ററിലെ ക്രൗഡിന്റെ കാര്യമാണ്. അപ്പോൾ ബാക്കി എല്ലാം അഭിനയമായിരുന്നാലും സൗണ്ട് ക്വാളിറ്റി ആയിരുന്നാലും മേക്കിംഗ് ക്വാളിറ്റി ആയിരുന്നാലും എല്ലാം ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പടം തന്നെയാണ്. കാണാത്തവരെന്തായാലും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ഓക്കെ, ബൈ.